അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും പ്രിലിമിനറി സെക്കൻഡ് ഇയറിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പഠിച്ചു അൽ മദീനത്തു ഹയാത്തുർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന, മദീനയിലെ വിശുദ്ധ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഈ വിവരണം എഴുതിയത് അബുൽ ഹസൻ അലി നദ്വിയാണ്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റ ഉത്തരമേയുള്ളൂ, അബുൽ ഹസൻ അലി നദ്വി. അദ്ദേഹം ഇന്ത്യക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിലാദത്ത്, ജനനം ഇന്ത്യയിലെ റായ്ബറേലിയിലാണ്, ഉത്തർപ്രദേശിലെ റായ്ബറേലി. ഇദ്ദേഹം ജനിച്ചത് 1914 യർജു അസ്ലുഹു, അദ്ദേഹത്തിൻ്റെ വംശപരമ്പര ചെന്നെത്തുന്നത് എവിടെയാണ്? ഹസൻ റളി അള്ളാഹുനുവിലേക്കാണ്. അലി റളി അള്ളാഹുനുവിൻ്റെ മകനായിട്ടുള്ള ഹസൻ റളി അള്ളാഹുനുവിലേക്കാണ്. അദ്ദേഹം നബി കുടുംബാംഗമായിരുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ പിതാവ് അൽ മുഅദ്ദിഖ്, വലിയ ചരിത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ഹയ്യ് ഫഖ്റുദ്ദീൻ അൽ ഹുസൈനി എന്നാണ്. ഇദ്ദേഹമാണ് നുസ്ഹത്തുൽ ഖവാത്തിർ എന്ന പുസ്തകം എഴുതിയുള്ളത്. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്, അബ്ദുൽ ഹയ്യ് ഫഖ്റുദ്ദീൻ അൽ ഹുസൈനി. ഇനി നമ്മൾ ഈ അബുൽ ഹസൻ അലി നദ്വിയുടെ വിദ്യാഭ്യാസം നോക്കുമ്പോൾ തുടക്കത്തിലൊക്കെ അദ്ദേഹം നാട്ടിലെ ഓരോരോ പണ്ഡിതന്മാരുടെ അടുത്തു നിന്നാണ് വിജ്ഞാനം നേടിയിട്ടുള്ളത്. പിന്നെ ഔദ്യോഗികമായി അദ്ദേഹം വിദ്യാഭ്യാസം 1927 ജാമിയ ലക്നൌവിൽ, 1929 ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമയിൽ, 1943 അദ്ദേഹം ഒരു മർക്കസൻ, അദ്ദേഹം ഒരു സെൻറ്റർ ഉണ്ടാക്കി ലിത്താലിമാത്തിൽ ഇസ്ലാമിക പഠനങ്ങൾക്ക്. 1948 അദ്ദേഹം ഉലൂം ഫിൽ മജ്ലിസിൽ ഇന്തിലാമി മജ്ലിസിലെ അംഗമായിട്ട് മാറുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ജായിസത്ത് കിട്ടിയിട്ടുണ്ട്. ജായിസത്ത് അൽ മലിക് ഫൈസൽ അൽ ആലമി 1980 ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏതാണ്? മാദാ ഖസ്റൽ ആലമ ബിൻ ഹിത്താത്തിൽ മുസ്ലിമീൻ. ഇദ്ദേഹം വഫാത്തായത് 1999 റായ്ബറേലിയിൽ വെച്ചിട്ടാണ്.